നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും പലരുടെ മനസ്സിലുള്ളൊരു സംശയമാണ്, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷനിൽ ഇടണോ അതോ ഗിയറെ തന്നെ ഇട്ട് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? ഇങ്ങനെ പൊതുവേ പലർക്കും സംശയമുള്ളത്. കാരണം കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ശരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എന്തുകൊണ്ട് ന്യൂട്രലിൽ തന്നെ ഇട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യണം? ഇതുപോലത്തെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റഹ്മാനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്കണോ? നല്ലൊരു ചോദ്യമാണ്. കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലാക്കി ഇടുന്നതിനെ കഴിഞ്ഞും നല്ലത്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ക്ലച്ചും കൂടെ അപ്ലൈ ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ന്യൂട്രൽ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇൻ കേസ് ഗിയറിലാണെന്ന് വെക്കുക, ഞാനൊരു മാനുവൽ വാഹനത്തിൻ്റെ കാര്യമാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗിയറിൽ തന്നെയാണ് വാഹനമുള്ളത്, അതായത് ഫസ്റ്റ് ഗിയർ ആകട്ടെ റിവേഴ്സ് ഗിയർ ആകട്ടെ, ക്ലച്ച് അപ്ലൈ ചെയ്ത് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്തും ന്യൂട്രൽ ഇടുന്ന സമയത്തും എന്താണ് വ്യത്യാസം വരുന്നതെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ, കാരണം ചിലർക്കെങ്കിലും ഒരു ചിന്ത വരുമായിരിക്കും, ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമുണ്ടോ, ഗിയർ ബോക്സിലോട്ടുള്ള കണക്ഷൻ തീർന്നില്ല, ന്യൂട്രൽ പൊസിഷനിലല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ പോലും ഗിയർ ബോക്സിനകത്ത് ഗിയേഴ്സ് കറങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിനിൽ നിന്നും ഫ്ലൈ വീലിൽ നിന്നും ക്ലച്ചിൽ നിന്നാണ് നമ്മുടെ ഗിയർ ബോക്സിലോട്ട് ഒരു ഡ്രൈവ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ എഞ്ചിന് ഫ്ലൈ വീല് കൊണ്ട് കണക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ആവുക. കാരണം ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഫ്ലൈ വീലിൽ നിന്ന് ഡിസെൻഗേജ് ആകുക, ഫ്ലൈ വീലിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യുന്നത്. അപ്പം എഞ്ചിൻ മാത്രം ഫ്രീ ആയിട്ട് കറങ്ങും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ മാത്രം ഫ്രീ ആയിട്ട് കറങ്ങും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതേ സ്ഥാനത്ത് ന്യൂട്രൽ പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കത്തില്ല എന്ന് വെച്ചാൽ ഫ്രീ ആണ്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈവ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അതായത് എഞ്ചിൻ, ഫ്ലൈ വീൽ, ക്ലച്ച്, ഗിയർ ബോക്സ്. ഇവിടെ ഗിയർ ബോക്സിൽ ഗിയേഴ്സ് കറങ്ങുന്നുണ്ട്, പക്ഷേ ന്യൂട്രൽ പൊസിഷൻ ആയതുകൊണ്ട് മാത്രം ഡ്രൈവ് കയറി പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ആ ഗിയേഴ്സ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗിയേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും കൂടെ ലോഡ്, അതായത് ആ ഒരു കറങ്ങാനുള്ള ലോഡും കൂടെ നമ്മുടെ സ്റ്റാർട്ടറിൽ നിന്ന് തന്നെയാണ് ആ വാഹനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടറിൽ നിന്ന് അത്രയും കൂടെ ലോഡ് എടുക്കുന്ന സമയത്ത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതേ സ്ഥാനത്ത് നമ്മൾ സാധാരണ ഒരു ഓട്ടോമാറ്റിക് വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ന്യൂട്രൽ പൊസിഷനിലിട്ടേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെ ക്ലച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് മാനുവൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം പൊതുവേ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്കെല്ലാം ക്ലച്ചിൽ സ്വിച്ച് വരുന്നുണ്ട്. അതായത് ക്ലച്ച് സ്വിച്ചും കൂടെ വരുന്നുള്ളതുകൊണ്ട് ക്ലച്ച് അപ്ലൈ ചെയ്യാതെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടോറിലോട്ട് കറണ്ട് സപ്ലൈ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പലർക്കും ചെറിയൊരു പ്രശ്നം വരുന്നത്. വാഹനം സഡനായിട്ട് എങ്ങാനും ഓഫായി പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്നത്. കാരണം പലരും ക്ലച്ച് ചവിട്ടാൻ മറന്നു പോകും, അല്ലെങ്കിൽ ക്ലച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാതെ വരുന്ന സമയത്താണ് വാഹനം സ്റ്റാർട്ടാകാതെ വരുന്നത്. അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് അപ്ലൈ ചെയ്ത് തന്നെ, ഗിയർ ഏതിലെങ്കിലും ആയിക്കോട്ടെ, ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യുക. വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ന്യൂട്രൽ ഇടാൻ നോക്കുക, അല്ലെങ്കിൽ ആ ഏത് ഗിയറിലാണോ ആ ഗിയറിൽ വാഹനം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ക്ലച്ച് അപ്ലൈ ചെയ്ത് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.